കൊച്ചി തീരത്ത് MSC-3 എന്ന കപ്പൽ മുങ്ങിയതിന്റെ ആഘാതത്തിൽ നിന്നും കേരള തീരം മുക്തമായിട്ടില്ല. അതിനു മുൻപ് വീണ്ടും കേരള തീരത്തിന് ഒരു കടൽ ഭീഷണി നേരിടേണ്ടി വരുന്നു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻ ഹൈ 503 എന്ന ചരക്ക് കപ്പലിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപം ഏകദേശം 90 കിലോമീറ്റർ അകലെയുള്ള ഉൾക്കടലിലാണ് സംഭവം. കപ്പലിൽ നിന്നും കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ ആസിഡ്, ലിഥിയം ബാറ്ററി, ഗൺ പൗഡർ പോലെയുള്ള അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതായി സംശയിക്കപ്പെടുകയാണ്. കപ്പലിനുള്ളിൽ നിന്നും കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്നത് കേരള തീരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്നു. കപ്പൽ തീപിടിച്ച സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും തീയണയ്ക്കുവാനുള്ള ശ്രമം തുടരുന്നുണ്ട്. വൻതോതിലുള്ള വിഷാംശം കടലിലേക്ക് ചോർന്നാൽ പരിസ്ഥിതിക്ക് അതീവ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത്. അപകട സാധ്യത കുറയ്ക്കാനായി കത്തുന്ന കപ്പൽ ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഈ സംഭവത്തിൽ തീപിടുത്തം നിയന്ത്രിക്കപ്പെടുമോ, പരിസ്ഥിതി ദുരന്തമാകുമോ എന്നത് ഇനിയും അനിശ്ചിതത്വമായി തുടരുന്നു. കപ്പൽ മുങ്ങിയാൽ എണ്ണ ചോരാനും കടലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യതയുണ്ട്. ഇത് വലിയ ദുരന്തത്തിനാണ് കാരണമായി മാറുന്നത്. കത്തുന്ന കപ്പലിനെ ടോയിട്ടഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നത്. കരയിലേക്ക് കൂടുതലെടുത്ത് അപകടമുണ്ടാകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്.